എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. ഒരാഴ്ച ദൈവം നമുക്ക് അനുഗ്രഹകരമായി നൽകി തന്നു. നമ്മൾ ഈ ആഴ്ച പ്രാർത്ഥിച്ചതിനപ്പുറം കർത്താവ് നമുക്ക് ബലവും ആരോഗ്യവും നന്മകളും കൊണ്ട് നിറച്ചു. എത്ര വിശ്വസ്തനായ കർത്താവ്! സമാധാനത്തിൻ്റെ ദൈവം എന്ന് വായിക്കുന്നത് പോലെ നമ്മുടെ കർത്താവ് സമാധാനം നമുക്ക് തന്നു. അത് സകല ബുദ്ധിയും കവിയുന്നതാണ്. ഈ വരുന്ന ആഴ്ചയിൽ നമുക്ക് ജീസസ് ക്യാമ്പ് എന്ന കുട്ടികളുടെ യൗവനക്കാരുടെ പ്രോഗ്രാമുണ്ട്. ആ പ്രോഗ്രാമിലേക്ക് കുഞ്ഞുങ്ങളെ പ്രത്യേകം ക്ഷണിക്കുന്നു. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടണം. ഒക്ടോബർ മാസം 1-ാം തീയതിയാണ് രാവിലെ പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് രാവിലെ 10 മണിക്കാണ് അത് ആരംഭിക്കുന്നത്. വൈകിട്ട് 4 മണി വരെയേ ഉള്ളൂ. അപ്പോൾ കുട്ടികളെല്ലാം ഉച്ചയ്ക്കുള്ള ലഞ്ച് കൊണ്ടുവരണം. അതിനെ എല്ലാവരും ഉത്സാഹിക്കണം. പ്രത്യേകിച്ച് ഈ പ്രാവശ്യം എങ്ങനെ സ്കൂളിലെ കാര്യങ്ങൾ എങ്ങനെ പഠിക്കാം എന്നുള്ള കാര്യം ഒരു പ്രത്യേക സബ്ജക്റ്റായിരിക്കും. അതായത് നമ്മുടെ പഠന രീതികളല്ല എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ഓർത്തിരുന്ന് മെമ്മറിയിൽ കൊണ്ടുവരാനും അതിനെ ഒരു രൂപകൽപ്പന ചെയ്യാനും ഓർത്തിരുന്ന് പഠിക്കാനും മറവികളെ ഓവർകം ചെയ്യാനും എന്തൊക്കെ ചെയ്യാമെന്നുള്ള ഒരു പ്രത്യേകമായ കാര്യങ്ങൾ ഈ പ്രാവശ്യത്തെ ജീസസ് ക്യാമ്പിൽ വെക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും അത് വളരെ വളരെ പ്രയോജനം ചെയ്യും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് കടന്നു വരാം. അപ്പോസ്തല പ്രവൃത്തിയിൽ 9-ാം അധ്യായത്തിൽ ശൗല് കാഴ്ച പ്രാപിച്ചു. അനന്യാസിനെ കർത്താവ് ആ സ്ഥലത്തേക്ക് അയച്ചു. ശൗല് ആ ദമസ്കോസ് സഭയിൽ വളരെ നാളുകൾ പാർത്തു. വളരെ നാള് പാർത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ സഭയിലാണെങ്കിൽ ആള് മാറിയിരിക്കും. ചില സഭയിൽ വളരെ നാള് കഴിയുമ്പോൾ ചില വ്യക്തികൾ വഴക്കാളികളാകുള്ളൂ, പിന്മാറ്റക്കാരാകും. എന്നാൽ ദമസ്കോസ് സഭയിൽ ഒരാൾ വളരെയധികം നാള് പാർത്താൽ ആ വ്യക്തി ദൈവ സാന്നിധ്യത്താൽ പിടിക്കപ്പെടും. പ്രാർത്ഥനാ ജീവിതമുള്ള വ്യക്തിയാകും, വചന നിശ്ചയമുള്ള വ്യക്തിയാകും. അതിൻ്റെ തെളിവാണ് ഈ കാണുന്നത്. അവൻ ദമസ്കോസിലുള്ള ശിഷ്യന്മാരുടെ കൂടെ കുറേ നാള് പാർത്തു. പ്രാർത്ഥിക്കുന്നവരുടെ കൂടെയാണോ നിന്റെ സമയം ചെലവഴിക്കൽ? പ്രാർത്ഥിക്കുന്നവരുടെ കൂടെയാണോ നിന്റെ കൂട്ടായ്മ? വചനം എപ്പോഴും സംസാരിക്കുന്നവരുടെ കൂടെയാണോ നിന്റെ കൂട്ടായ്മ? അല്ല സിനിമ കഥ പറയുന്നവരുടെ കൂടെയാണോ? ക്രിക്കറ്റ് കളിയെക്കുറിച്ച് പറയുന്നവരാണോ? വെറുതെ തമാശ പറഞ്ഞ് സമയം കളയുന്നവരാണോ നിങ്ങളുടെ കൂടെ ഉള്ളത്? അങ്ങനെയുള്ളവരുടെ കൂടെ കുറേ നാൾ പാർക്കും തോറും നിങ്ങൾ ജഡീകരാകത്തേ ഉള്ളൂ. എന്നാൽ പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ, ബൈബിള് വായിക്കുന്നവരുടെ കൂടെ, വിശ്വാസത്തിൽ ജ്വലിച്ചു നിൽക്കുന്നവരുടെ കൂടെ നിങ്ങൾ പാർക്കും തോറും നിങ്ങൾ ആടി മൂടി മാറും. അങ്ങനൊരു ഫെലോഷിപ്പായി നമ്മുടെ എല്ലാം ഫെലോഷിപ്പുകൾ ദമസ്കോസ് സഭയിലെ ഫെലോഷിപ്പ് പോലെ നമ്മുടെ ഫെലോഷിപ്പ് മാറട്ടെ. അതിൻ്റെ റിസൾട്ട് ഇതേ അടുത്ത വാക്യത്തിൽ നമുക്ക് കാണാം. 20-ാമത്തെ വാക്യത്തിൽ യേശു തന്നെ ദൈവപുത്രൻ എന്ന് പള്ളികളിൽ പ്രസംഗിച്ചു തുടങ്ങി. അവൻ കുറേ നാള് പാർത്തിട്ട് അവൻ ഇതുവരെ പ്രസംഗിക്കുന്നവനല്ലായിരുന്നു. അവൻ സഭയെ ഉപദ്രവിക്കുന്നവനും പള്ളിയിലെ പരീശനുമാണ്. പരീശന്മാർക്ക് പ്രസംഗിക്കാനൊന്നും അറിയില്ല, കുറെ ഉപദേശങ്ങൾ പറയും. എന്നാൽ ഇവൻ ഒരു കൃപാവരത്തോടുകൂടി എഴുന്നേറ്റു. എന്താണ് പ്രസംഗിക്കുക? സർവസൃഷ്ടിയോടും പ്രസംഗിപ്പിൻ എന്ന് പറഞ്ഞ കർത്താവിൻ്റെ ആ പദ്ധതിയിൽ അവൻ ഒന്നേന്ന് എഴുന്നേൽക്കുകയാണ്. യേശു തന്നെ ദൈവപുത്രൻ, അതായത് ക്രിസ്തു എന്ന് പള്ളികളിൽ പ്രസംഗിച്ചു. നമ്മൾ വായിച്ചിട്ടുണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ, യേശുവിനെ ക്രിസ്തുവെന്ന് പറഞ്ഞാൽ പള്ളി ഭ്രഷ്ടരാകണം, പള്ളിന്ന് പുറത്താകും. അതേ പള്ളികളിൽ യേശു ക്രിസ്തുവാണെന്ന് തെളിയിക്കാൻ തൻ്റെ ഇടം കാണിച്ച ഒരു വ്യക്തിയാണ് ശൗല്. അവൻ വലിയ തൻ്റെ ഇടം കാണിച്ചു. യേശു തന്നെയാണ് ക്രിസ്തു, യേശു തന്നെയാണ് ദൈവപുത്രൻ, യേശു
പിതാവ് ഈ ഭൂമിയിലേക്ക് അയച്ച ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനാണ്. അവൻ ക്രൂശിൽ മരിച്ചുയർത്തെഴുന്നേറ്റു. അവനെ കൈക്കൊണ്ടവർ ദൈവമക്കളാവും. അങ്ങനെ യേശു ആദ്യജാതനും നമ്മൾ യേശുവിൻ്റെ അടുത്ത മക്കളുമാണെന്ന് ഇതാ ശൗല് പ്രസംഗിച്ചു തുടങ്ങി. ശൗലിൻ്റെ പ്രസംഗം പള്ളികളിലേക്ക് വ്യാപിക്കുകയാണ്. കേട്ടവരെല്ലാം വിസ്മയിച്ചു. യെരുശലേമിൽ ഈ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നാശം ചെയ്തവൻ ഇവനല്ലയോ? ഇവിടെയും അവരെ പിടിച്ചുകെട്ടി മഹാപുരോഹിതന്മാരുടെ അടുക്കൽ കൊണ്ടുപോകാനല്ലോ അവൻ വന്നത്. അവൻ്റെ വരവ് എല്ലാവരും അറിഞ്ഞതാണ്. അവൻ്റെ ഉദ്ദേശം എല്ലാവരും അറിഞ്ഞതാണ്. അവൻ്റെ കയ്യിലുള്ള അധികാരപത്രം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. മഹാപുരോഹിതന്മാർക്കും അവനും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാം. സ്തെഫാനോസിനെ കല്ലെറിഞ്ഞതിൽ കൂട്ടുനിന്നതാണെന്ന് എല്ലാവർക്കും അറിയാം. ആരും അടുക്കാൻ ഇഷ്ടപ്പെടാത്തവൻ, അതുപോലൊരു ഭീകരൻ ഇപ്പോൾ യേശു തന്നെ ക്രിസ്തുവെന്ന് പള്ളികളിൽ പ്രസംഗിക്കുമ്പോൾ പള്ളികൾക്ക് അധികാരം കൊടുക്കുന്നവനാണ്. അതാണ് ഈ യഹൂദന്മാരുടെ പള്ളികൾക്ക് അധികാരം ശൗലാണ് കൊടുക്കുന്നത്. നിങ്ങൾ ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാ ദൈവമക്കളെയും പിടിച്ചു കെട്ടിക്കോ. യഹൂദ പള്ളിക്ക് അധികാരം കൊടുക്കുന്ന ആളാണ് ഈ ശൗല്. ഈ ശൗലാണ് യഹൂദ പള്ളികളിൽ പ്രസംഗിക്കുന്നത്. ഇവനെ ആർക്കെങ്കിലും താക്കീത് ചെയ്യാൻ പറ്റുമോ? ഇവനെ ആർക്കെങ്കിലും തടയാൻ പറ്റുമോ? ഇവരോട് ആർക്കെങ്കിലും എതിർക്കാൻ പറ്റുമോ? ശൗൽ പ്രസംഗം ശക്തമാക്കി. കേട്ടവരെല്ലാം വിസ്മയിച്ചു. യെരുശലേമിൽ ഈ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നാശം ചെയ്തവൻ. 22-ാം വാക്യം. പ്രസംഗിച്ചതുകൊണ്ട് എന്തുകൊണ്ട് ഗുണമുണ്ടായി? ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. യേശുവിനെ ക്രിസ്തുവെന്ന് നാം തെളിയിക്കും തോറും അനുദിനം നമ്മൾ ശക്തരായിക്കൊണ്ടിരിക്കുകയാണ്. യേശുവിനെ ക്രിസ്തുവെന്ന് പറഞ്ഞാൽ മതി. ഡെയിലി പറയണം, യേശു തന്നെയാണ് ക്രിസ്തു, യേശു തന്നെയാണ് ക്രിസ്തു. 2000 വർഷങ്ങൾക്ക് മുമ്പ് ബേത്ലഹേമിൽ ജനിച്ചവനായ യേശു ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് ഉള്ള സുവിശേഷം കേട്ടാലും കേട്ടില്ലെങ്കിലും എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഗുണം, നാം ശക്തരായിക്കൊണ്ടിരിക്കുകയാണ്. മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. യേശുവിനെ ക്രിസ്തുവെന്ന് പറയുമ്പോൾ നമ്മുടെ ശക്തി വർദ്ധിക്കുകയാണ്. യേശുവിനെ കർത്താവെന്ന് പറയുമ്പോൾ, രക്ഷകനെന്ന് പറയുമ്പോൾ നമ്മുടെ കൃപ ജ്വലിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ യേശുവിൻ്റെ ഈ വലിയ കൃപയെ ജ്വലിപ്പിക്കാൻ കർത്താവ് വെച്ചിരിക്കുന്ന മാർഗമാകുന്ന സുവിശേഷീകരണത്തിനായി മുൻനിരയിൽ നിൽക്കാൻ നമ്മെ കർത്താവ് വിളിക്കുന്നു, അതിനായി നിർബന്ധിക്കുന്നു. ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതെയാക്കി. 1, പള്ളികളിലേക്ക് നേരെ ചെന്ന് പ്രസംഗിച്ചു. 2, യഹൂദന്മാരെ മൗനമാക്കി. അതിന് തെളിവുകൾ നിരത്തി. യേശു തന്നെയാണ് ക്രിസ്തുവെന്ന് തെളിവുകൾ നിരത്തി. എങ്ങനെ? തനിക്ക് വചനം അധികമായിട്ട് മനസ്സിലായി. ആദ്യം യേശുവാണ് ക്രിസ്തു എന്ന് പറഞ്ഞു, പിന്നീട് തെളിവുകൾ നിരത്തി. ഉൽപ്പത്തി തൊട്ട് നിരത്താൻ, മലാക്കി വരെ നിരത്തുവാൻ തെളിവുകൾ കോട്ട് ചെയ്തു. ദാവീദ് പറഞ്ഞതും, മോശ പറഞ്ഞതും, ഇരമ്യാവ് പറഞ്ഞതും, യെശയ്യാവ് പറഞ്ഞതും എല്ലാം കോട്ട് ചെയ്തു. കവിവരന്മാര് പറഞ്ഞത് കോട്ട് ചെയ്തു. ഓരോ ദേശത്തുള്ള ആൾക്കാർ പറഞ്ഞ ഓരോ വാക്കുകൾ കോട്ട് ചെയ്തു. അതെല്ലാം ചേർത്ത് ക്രിസ്തുവിനെ തെളിയിക്കുന്ന അസാധാരണമായ പ്രസംഗത്തിൻ്റെ വൈഭവം കർത്താവിൽ നിന്ന് പ്രാപിച്ചു. ഇത് കേൾക്കുന്ന പലരും, നിങ്ങൾക്കൊരു ദാഹമുണ്ടോ? നിങ്ങൾക്കൊരു ആവേശമുണ്ടോ? നിങ്ങൾക്കൊരു ഉത്സാഹമുണ്ടോ? നിങ്ങൾക്കും മേൽക്കുമേൽ ശക്തി പ്രാപിച്ച് അനേകരെ മൗനമാക്കാൻ നിങ്ങൾക്കും കഴിയും. വചനത്തിൻ്റെ ആഴമായ വെളിപ്പാടുകളും വചനത്തിൻ്റെ മർമ്മങ്ങളും നിങ്ങളുടെ അകത്തേക്ക് കയറി വന്നാൽ റോമാലേഖനം പോലെ, കൊരിന്ത്യ ലേഖനം പോലെ, കൊലോസ്യ ലേഖനം പോലെ, എഫേസ്യ ലേഖനം പോലെ, എബ്രായ ലേഖനം പോലെ പല ലേഖനങ്ങളും നിങ്ങളിലൂടെയും പിറന്നു വീഴുമെന്ന് നിങ്ങളും മറന്നു പോകരുത്. ഇത് ചിലർക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ഇത് കേൾക്കുന്ന എല്ലാവരും മേൽക്കുമേൽ
ശക്തിപ്പെടേണ്ടവരാണ്. ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു, മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. അവൻ്റെ ആഗ്രഹമായിരുന്നു, അവൻ വളരണം എന്നുള്ളത് അവന് ആവശ്യമായിരുന്നു. ദമസ്കോസിൽ വെച്ച് അവൻ വളരുകയായിരുന്നു. ദമസ്കോസിൽ അവൻ വെറുതെ ഇരിക്കുകയല്ല. ഒരു കോടീശ്വരനായ സമ്പന്നനായ ഒരു അപ്പൻ്റെ മകൻ എല്ലാം ത്യജിച്ച് ദമസ്കോസിൽ പാർക്കുന്നത് അവൻ്റെ ജീവിതത്തിലെ എല്ലാ സ്വപ്നങ്ങളും, ഭൗതിക സ്വപ്നങ്ങളെല്ലാം വലിച്ചെറിഞ്ഞത് അതിനേക്കാൾ നിത്യമായ ഒന്നിനെ ലഭിച്ചതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ദൈവരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിക്ക് സദൃശം. ഒരാളത് കണ്ടിട്ട് മറച്ചിട്ട് തനിക്കുള്ളതെല്ലാം പോയി വിറ്റിട്ട് തിരിച്ചു വന്ന് ഈ വയൽ വാങ്ങിയ ചരിത്രം യേശു പറയുന്നുണ്ട്. ഇതുപോലെ തനിക്കുള്ളതെല്ലാം വിറ്റിട്ടും വാങ്ങാൻ കഴിയുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവരാജ്യമാണ്. എന്തെങ്കിലും ഒരു ചെറിയ ജോലി കിട്ടിയാൽ, എന്തെങ്കിലും ഒരു ബിസിനസ് ഉണ്ടായാൽ, ഞായറാഴ്ച പോലും ആ ജോലി ചെയ്ത് സഭായോഗം മുടക്കുന്നവർ ദൈവരാജ്യം കണ്ടിട്ടില്ല, ആ നിധിയെ കണ്ടവരല്ല. ആ വിലപിടിപ്പുള്ള ശ്രേഷ്ഠമായ ഭാവിയെ കണ്ടവരല്ല. ബുദ്ധിയുള്ള മനുഷ്യനാരാണ്? ഭൂമിയിൽ വെച്ച് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ സൗഭാഗ്യം യേശുവിനെ കിട്ടുന്നതാണ്, ദൈവരാജ്യം കിട്ടുന്നതാണ്. ഇത് മനസ്സിലാക്കാത്തവരാണ് ദൈവസഭയോട് അകലുന്നത്. ഇത് മനസ്സിലാക്കാത്തവരാണ് ദൈവരാജ്യത്തോട് മാറി നിൽക്കുന്നത്. ഇത് മനസ്സിലാക്കാത്തവരാണ് ദൈവസഭയുടെ ഒരു ഭാഗമായി തീരാത്തത്. ഏതെങ്കിലും ക്ലബിൻ്റെ ആളായി തീരാനും ഒരു സമൂഹത്തിൻ്റെ സംഘടനയുടെ സെക്രട്ടറി ആകാനും ഒക്കെ കൊതിക്കുന്നവർ അനേകരില്ലേ? അതിനേക്കാൾ വലിയ 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 പദവിയാണ് ദൈവസഭ. ദാവീദ് രാജാവായിരിക്കുമ്പോൾ പറഞ്ഞു, ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ ആലയത്തിൽ ഇരിക്കുന്ന എനിക്ക് നല്ലത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആലയത്തിലെ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് നല്ലത്. ദൈവസഭയ്ക്ക് ഒരു പ്രൊട്ടക്ഷനായിട്ട്, ദൈവസഭയുടെ നിലനിൽപ്പിനായിട്ട് ഒരു കാവൽക്കാരനായിട്ട് ഇരിക്കാൻ കഴിയുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ ശരിയായ കാഴ്ചപ്പാട് ലഭിച്ചവരാണ്, ദൈവസഭയോട് കൂറുള്ളവരാണ്. ദൈവസഭയോട് കൂറും താല്പര്യവും യേശുക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയോടുള്ള ആത്മാർത്ഥതയും നിങ്ങളിൽ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊരു അനുഗ്രഹമാണ്. അടുത്ത സീസൺ നിങ്ങളുടേതായിരിക്കും. പള്ളികളെ ഇളക്കുന്നത് നിങ്ങളാണ്. അടുത്ത പട്ടണങ്ങളെ ഇളക്കാൻ പോകുന്നത് നിങ്ങളാണ്. അനേകരെ മിണ്ടാതെയാക്കാൻ പോകുന്നത് നിങ്ങളാണ്. തെളിവുകൾ നിരത്തി അനേകരുടെ മുൻപിൽ വചനത്തെ വിളമ്പി അനേകരുടെ ചോദ്യങ്ങളെ മറുപടികളാക്കി കൊടുക്കാൻ ശേഷിയുള്ളവരായി നിങ്ങളുടെ മേൽക്കുമേലുള്ള വളർച്ച കാരണമായി തീരും എന്നുള്ളതിന് നിസ്തർക്കമില്ല. കർത്താവിൽ ആശ്രയിക്കുക, കർത്താവിൻ്റെ ബലത്തിൽ ആശ്രയിക്കുക, കർത്താവിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുക. മേൽക്കുമേൽ ശൗല് ശക്തി പ്രാപിച്ച് യേശു തന്നെ ക്രിസ്തുവെന്ന് തെളിയിച്ച് ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മൗനമാക്കി. അനേകരെ നീ മൗനമാക്കാൻ പോവുകയാണ്. വിമർശിക്കുന്നവരെ മൗനമാക്കുന്ന വചനം, അനേകരെ മിണ്ടാതെയാക്കുന്ന ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ, അനേകർക്ക് മറുപടി കൊടുക്കുന്ന വചനത്തിൻ്റെ സത്യങ്ങൾ, ഇതെല്ലാം നിങ്ങളിൽ നിന്ന്, വിശ്വസിക്കുന്ന നിങ്ങളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദിയായിട്ട് ഒഴുകുവാൻ ഓരോ ദിവസവും തക്ക സമയത്ത് ഉയർത്തുന്നവൻ്റെ കൈക്കീഴെ താണിരുന്ന് വളരാൻ ശ്രദ്ധിക്കുക. ഒന്നുകൂടി പറഞ്ഞാൽ, ഈ വർഷത്തിൽ ഇനിയും നമുക്ക് 3 മാസമില്ലേ? ഈ 3 മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ബൈബിൾ വായിച്ച് തീർക്കാമോ? എല്ലാ ദിവസവും ഇത്ര മണിക്കൂർ പ്രാർത്ഥിക്കുമെന്ന് തീരുമാനിക്കാം. വേദപുസ്തകം പഠിക്കാൻ കുറച്ച് സമയം മാറ്റിവെക്കാമോ? നിങ്ങൾ വെറുതെ കളയുന്ന കുറച്ച് സമയം ആത്മീയ കാര്യങ്ങൾക്ക് വെക്കാമോ? നിങ്ങൾ അനേകർക്ക് ഒരു അത്ഭുതമായി, അനേകർക്കൊരു വിടുതലായി, അനേകർക്കൊരു അനുഗ്രഹമായി, അനേകർക്കൊരു സൗഖ്യമായി, അനേകരുടെ ചോദ്യത്തിനൊരു മറുപടിയായി, അനേകർക്കൊരു വെളിപ്പാടായി, അനേകരുടെ ഭാവിയെ കെട്ടിപ്പണി ചെയ്യുന്നവരായി, അനേക തകർന്ന കുടുംബങ്ങളെ പണിയുന്നവരായി നിങ്ങൾ തീരും. വേദപുസ്തകം നിങ്ങളുടെ ഉള്ളിൽ വന്നാൽ നിങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത് സത്യവും നീതിയും ദൈവകൃപയും മാത്രമായിരിക്കും. മേൽക്കുമേൽ ശക്തിപ്പെടാൻ നമ്മെ കർത്താവ് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. യേശുവേ, ഈ ആഴ്ചയിൽ ഞങ്ങൾക്ക് തന്ന വിലപ്പെട്ട സമയങ്ങളെല്ലാം ഓർത്ത് സ്തോത്രം.
ഇന്ന് ഈ ആഴ്ചയുടെ ഒടുവിൽ ശ്രദ്ധിച്ച ഓരോ പ്രിയപ്പെട്ടവരും മേൽക്കുമേൽ ശക്തിപ്പെടട്ടെ. വരുന്ന ഒരു 3 മാസത്തിനുള്ളിൽ, ഡിസംബർ മാസം തീരുന്നതിനുള്ളിൽ, പുതിയ വർഷം തുടങ്ങുന്നതിന് മുമ്പ് ഏറ്റവും അധികം ശക്തിയുള്ള കുറേ പേർ, ആത്മാവിൽ ശക്തിപ്പെട്ട, വചനത്തിൽ നിശ്ചയമുള്ള, കഴിവുകൾ യേശുവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു സമൂഹം ജീസസ് എവരിഡേ എന്ന പ്രാർത്ഥന മുഖാന്തരം എഴുന്നേറ്റു വരട്ടെ. ഞാനിവരെ അതിനായി അനുഗ്രഹിക്കുന്നു. ഇവർ ആത്മാവിൽ ജ്വലിക്കുന്നവരാകട്ടെ, കൃപയിൽ ജ്വലിക്കുന്നവരാകട്ടെ. ഇവരുടെ കുടുംബങ്ങൾ അത്ഭുത കുടുംബങ്ങളാകട്ടെ. സൗഖ്യവും വിടുതലും പുതിയ അത്ഭുത സാക്ഷ്യങ്ങളും ഇവരിൽ നിന്ന് പുറത്തു വരട്ടെ. ഇവരുടെ സാക്ഷ്യം അനേകരെ തൊടട്ടെ. ജനങ്ങളെ അമ്പരപ്പിക്കുന്ന ചില വിടുതലുകൾ ഇവരിൽ നിന്ന് പുറത്തു വരട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. നമ്മൾ എന്ത് പ്രാർത്ഥിക്കുന്നു അത് സംഭവിക്കും. നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതാണ് നമ്മൾ. നാളെ നമുക്ക് ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭായോഗം പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് രാവിലെ 8 മണിക്കുണ്ട്. കഴിയുന്ന അത്രയും പേർ വരിക. അല്ലാത്തവർക്ക് ലൈവായി പല രാജ്യങ്ങളിലിരുന്ന് ഈ സഭായോഗം കാണുവാനും കഴിയും. തിങ്കളാഴ്ച വീണ്ടും ജീസസ് എവരിഡേ ശ്രദ്ധിക്കുവാൻ നമുക്ക് ഒരുമിച്ച് കൂടാം. ഗോഡ് ബ്ലെസ് യു. യേശുവേ പോൽ ആകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവേ നോക്കി ജീവിപ്പാൻ, ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. യേശുവേ നോക്കി ജീവിപ്പാൻ, ഇവയെ കാക്ഷിക്കും. യേശുവെ പോലെ ആകും. യേശുവെ പോലെ, യേശുവെ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ, ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. യേശുവെ നോക്കി ജീവിപ്പാൻ, ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കെന്നെ നാഥാ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു യേശുവിൻ കൂടെ താഴുവാൻ, യേശുവിൻ കൂടെ താഴുവാൻ, യേശുവിൻ കൂടെ വാഴുവാൻ, യേശുവിൽ നിത്യം ചേരുവാൻ, ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. യേശുവിൽ നിത്യം ചേരുവാൻ, ഇവയെ കാക്ഷിക്കും. ഒന്നുകൂടെ പാടിയുടെ കൂടെ താഴുവാൻ, യേശുവിൻ കൂടെ താഴുവാൻ, യേശുവിൻ കൂടെ വാഴുവാൻ, യേശുവിൽ നിത്യം ചേരുവാൻ, ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. യേശുവിൽ നിത്യം ചേരുവാൻ, ഇവയെ കാക്ഷിക്കും. ഉറപ്പിക്കന്നെ, ഉറപ്പിക്കന്നെ നാഥാ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു
ക്രിസ്തൻ മഹത് മുറ്റും നിറൻ ക്രിസ്തൻ